ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ രാജ്യം ഭരിക്കുന്ന സമയം കൈസർ എന്ന രാജ്യം ഭരിക്കുന്ന രാജാവിന് അതിശക്തമായ ഒരു തലവേദന വരികയാണ്. കൈസർ രാജാവിൻ്റെ ഈ തലവേദനയുടെ കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉപ്പാപ്പയെ അറിയിക്കുകയും ഈ തലവേദനയ്ക്ക് എന്തെങ്കിലും ഒരു വൈദ്യം അവിടെ നിന്ന് പറഞ്ഞു തരുമോ എന്ന് കൈസർ രാജാവ് തങ്ങളോട് ചോദിക്കുകയും അത് മുഖാന്തരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അതിനൊരു പ്രതിവിധി കാണിച്ചു കൊടുക്കുന്ന രൂപവുമാണ് ഇന്നിവിടെ നമ്മൾ പറയുന്നത്. ഇത്തരം നല്ല നല്ല ജനോപകാരമായ അറിവുകൾ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങിയ ചാനലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മിയിലൂടെ നേടിയ പ്രതിവിധി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആനിൻ്റെ മാസ്മരിക ശക്തിയിലൂടെയും ഉന്നത മഹത്തുക്കളുടെ വാക്കുകളിലൂടെയും വലിയ പ്രതിസന്ധികൾക്ക് പരിഹാരങ്ങൾ ലഭിച്ച സംഭവങ്ങൾ ചരിത്രസാക്ഷ്യങ്ങളായി എക്കാലത്തും നമുക്ക് മുന്നിൽ ധാരാളമുണ്ട്. ഈമാനിക കരുത്തും സാർവത്രികമായി നാം കാണുന്ന ലളിതമായ കാര്യങ്ങളിലൂടെ തന്നെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് വലിയ വലിയ പരിഹാരം ലഭിച്ചേക്കാം. വിശ്വാസത്തിൻ്റെ ദൃഢതയിലൂടെ അവകൾ അനുഭവങ്ങളായി മാറുമെങ്കിൽ സംശയത്തിന് വകയില്ല. ഇതാണ് കൈസർ ചക്രവർത്തിയുടെ ചരിത്രം നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശം. ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫയായിരുന്ന സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സമകാലികരായിരുന്ന കൈസർ ചക്രവർത്തിയും വിട്ടുമാറാത്ത മൂർച്ചയേറിയ തലവേദനയാൽ അസ്വസ്ഥരായ ഖൈബർ ചക്രവർത്തി ഒരു ദിവസം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് അയക്കുകയാണ്. കത്തിൽ ഇപ്രകാരമായിരുന്നു സന്ദേശങ്ങളുണ്ടായിരുന്നത്. കെട്ടടങ്ങാത്ത തലവേദനയാൽ അസഹ്യമായ വേദനയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അങ്ങയുടെ പക്കൽ നിന്നും വല്ല പ്രതിവിധിയും ഞാൻ ഈ കാര്യത്തിന് പ്രതീക്ഷിക്കുന്നു. കൈസർ ചക്രവർത്തിയുടെ സന്ദേശം ലഭിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ഒരു തൊപ്പിയെടുത്ത് കൈസർ ചക്രവർത്തിക്ക് മരുന്നായി അയച്ചു കൊടുക്കുകയായിരുന്നു. അനേകം കൗതുകങ്ങളാൽ സമ്പന്നമായ തൊപ്പി. കൈസർ ചക്രവർത്തി അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. തൊപ്പി തലയിൽ വെച്ചാൽ തലവേദന കെട്ടടങ്ങുന്നു, ഊരിവെക്കുമ്പോൾ വീണ്ടും തലവേദന തിരിച്ചു വരുന്നു. ഇത് കണ്ട് കൗതുകം വർദ്ധിച്ച കൈസർ ചക്രവർത്തി തൊപ്പി പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്തോ ഒരു അത്ഭുത സിദ്ധി ഈ തൊപ്പിയിലുണ്ട്, അല്ലാതെ ഇതിന് ഇത്ര പവർ എവിടുന്ന് കിട്ടി? അപ്പോഴാണ് കൈസർ ചക്രവർത്തിക്ക് തൊപ്പിക്കുള്ളിൽ നിന്നും ഒരു കടലാസിൻ്റെ തുണ്ടം കിട്ടിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഒന്ന് ശരിക്കൊന്ന് വീക്ഷിക്കാം എന്ന് കൈസർ ചക്രവർത്തി തീരുമാനിച്ചു. അതിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയതായിട്ട് കൈസർ ചക്രവർത്തി കണ്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരു വാക്യം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചക്രവർത്തി ആശ്ചര്യപ്പെട്ടുപോയി. ഈയൊരു ബിസ്മിക്ക് ഇത്ര വലിയ പവറോ? ഇതല്ലാതെ ഈ തൊപ്പിയിൽ ഒന്നുമില്ല എന്ന് കൈസർ ചക്രവർത്തിക്ക് മനസ്സിലായി. ഇതിൽ നിന്നും നമുക്ക് നല്ലൊരു പാഠമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന ഈ ഒരു വാക്കിനാൽ തന്നെ ഇത്ര വലിയൊരു പവർ ഇതിന് കൊടുക്കാൻ കാരണം ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. പരമകാരുണികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേപ്പുറത്തേക്കൊരു കാരുണ്യം ഇനി വേറെ ഇല്ല. അത്രയും വലിയ മഹത്വമുള്ള വാക്ക്. ഈ ബിസ്മി കൊണ്ട് രക്ഷപ്പെട്ടവർ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബിസ്മിയുടെ ചരിത്രം ഇനിയും നമുക്ക് തുടർന്ന് പറയേണ്ടതുണ്ട്. ബിസ്മിയിലുള്ള ഹർക്കത്തിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ രോഗങ്ങൾക്കുള്ള ഫലങ്ങളും ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രങ്ങളിൽ നമുക്ക് പറയണം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ അറിവുകൾ നമുക്ക് അറിയുന്നത് പറയുക എന്ന രൂപത്തിൽ തുടരുകയാണ്. അസ്സലാമു അലൈക്കും.